ഈ റൂട്ട് നല്ല ഭംഗിയുള്ള റൂട്ടാണ്. ഇപ്പോൾ ഇവിടെ സൈഡിലായിട്ട് കുറേ ഗ്രാമങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം സംരക്ഷിച്ച് വെക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. 4 സൈഡ് മണ്ണ് കൂട്ടി പൊക്കുമല്ലേ, എന്നിട്ട് നടുക്ക് കുഴിയെടുത്തിട്ട് മറ്റേ ഷീറ്റ് ഉപയോഗിക്കും. അതായത് വെള്ളം പിടിക്കാത്ത അല്ലെങ്കിൽ വെള്ളം കെട്ടി നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഷീറ്റുകൾ ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു 19,000 ലിറ്ററെങ്കിലും കൊള്ളുന്ന രീതിയിലല്ലേ? അവര് മാക്സിമം വെള്ളം മഴ സീസൺ അല്ലായിരുന്നു, മഴവെള്ളമാണ്. അതെ, അവര് മഴവെള്ളം ഒന്നും വേസ്റ്റ് ചെയ്യത്തില്ല. എല്ലാം ഇത് കണക്ക് ജലസംഭരണിയായിട്ട് അല്ലേ, മണ്ണിൽ വെച്ച് തന്നെ ഷീറ്റ് അടിച്ച് പൊക്കിയിട്ട് അടുത്തുനിന്ന് കാണാൻ പറ്റുന്നില്ല. എനിക്ക് നല്ലപോലെ കാണിച്ചു തരാൻ പറ്റിയത്. ഇതാ നമ്മള് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വണ്ടി നിർത്തിയതാണേ. ചെറിയൊരു ഗ്രാമം പോലെയാണ്. കുറച്ച് വീടുകൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കൃഷികളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് കൂടുതൽ ചോളമാണ് കണ്ടത്. ഇസ്കാ നാം ക്യാ ബോൾത്തെ ഹൈ? वाल 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 बोलता है। मराठी में वाल बोलता है। मराठी में वाल बोलता ओके, हिंदी में सेम बोलता है? पापड़ी पापड़ी പാപ്പിടി पापड़ी പാപ്പിടി. ഓക്കെ ഓക്കെ. നമ്മൾ അമരയ്ക്ക, നമ്മളെ നാട്ടിൽ അമരയ്ക്ക, അമരപ്പയറെന്നൊക്കെ പറയും. ആ ഒരു കൃഷിയൊക്കെ ഉണ്ട്. കൃഷിയിടത്തിൽ കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്ന രീതിയാണ്. അതാണ്ട് ഇവിടെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ആ പൈപ്പിൽ നിന്ന് ചെറിയൊരു കണക്ഷൻ ഓസ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓണുണ്ട്. ആ ഓസിന് ഒരുപാട് ഹോളിട്ട് പലയിടത്തുമായിട്ട് വെള്ളം എത്തുന്ന രീതിയിൽ ചെറിയ ചെറിയ ഹോളിട്ട് അങ്ങ് അറ്റം വരെ പോയിട്ടുണ്ട് കേട്ടോ.